തിരുവനന്തപുരം ഹൌസിംഗ് ബോർഡ് ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതാ എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ ഹൌസിംഗ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണിത്. ഒരു 6 നില കെട്ടിടമാണിത്. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാം ഈ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ 6ാമത്തെ നിലയിൽ നിന്നും സീലിംഗ് അല്പസമയം മുമ്പ് അടർന്ന് താഴേക്ക് വീണിരിക്കുകയാണ്. ഈ ഹൌസിംഗ് ബോർഡിന്റെ ഈ കെട്ടിടത്തിൽ തന്നെ നിരവധി സ്ഥാപനങ്ങളും ഓഫീസുകളും ഒക്കെ തന്നെയും പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു നിരവധി ആളുകൾ ദിവസവും വന്നു പോകുന്ന ഒരു ഇടത്തേക്കാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ കാണാം വലിയ കമ്പിയും അതുപോലെ തന്നെ കോൺക്രീറ്റ് കഷ്ണങ്ങളും ഒക്കെ തന്നെയും അടർന്ന് വീണിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഭാഗ്യവശാൽ ഇവിടെ ആരും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വലിയ അപകടത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ എന്നുള്ളതാണ്. ഈ ബിൽഡിംഗിൽ തന്നെ പ്രവർത്തിക്കുന്ന മെട്രോ പെയിന്റ്സ് എന്ന് പറയുന്ന കടയുടെ മുന്നിലേക്കാണ് ഇത്തരത്തിൽ ഈ വലിയ കഷ്ണങ്ങൾ വന്ന് വീണിരിക്കുന്നത്. ആ കടയിലെ ആളുകൾ ഇവിടെയുണ്ട്. നമുക്ക് അവരോട് കൂടിയും ചോദിക്കാം, എത്ര മണിക്കായിരുന്നു കേട്ടാ സംഭവം ഉണ്ടായത്? 5:30 മണിക്കാണ് സംഭവിച്ചത്. 3 ദിവസം മുമ്പേ ഒരു പോർഷൻ വീണായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോഴേക്കും അവരുടൻ തന്നെ ആക്ഷൻ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. മൊത്തത്തിൽ ഈ ബിൽഡിംഗ് ഒരു മെയിൻ്റനൻസ് ഉള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷെ ഞാൻ അന്നേരം പറഞ്ഞു, ഇല്ല, മൊത്തത്തിലുള്ള ചെയ്യുന്നതിനുള്ള സമയമില്ല, ഇപ്പോൾ ഒരു പോർഷൻ ഉടനെയെങ്കിലും ചെയ്യണം. ഈ കാരണം ഇതങ്ങ് എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുക. ഇനി മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ, ചൂട് കൊണ്ട് വികസിച്ചതാ കമ്പിയൊക്കെ, ഇനി മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സോക്ക് ചെയ്ത് വിഴും എന്ന് പറഞ്ഞു. അവരത് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലും കൂടെയാണ്. ഞങ്ങൾക്ക് നോട്ടീസ് തരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു, അതായത് ഇങ്ങനെ മാറ്റി വെക്കാനായിട്ട്. സംഭവം നടക്കുമ്പോൾ ഇവിടെ ആരും പോയില്ലാന്ന് തോന്നുന്നു. 5 മണിക്ക് ഒരു കസ്റ്റമർ വന്നിട്ട് അപ്പോഴേക്കും തന്നെ ഞങ്ങൾ സ്കൂട്ടർ ഇവിടെ ഇടലെന്ന് പറഞ്ഞു. കാരണം മഴ പെയ്തുകൊണ്ട് നമുക്കറിയാം ഇത് വിടാൻ സാധ്യതയുണ്ടെന്ന്. മാറ്റി വെച്ചു അവര്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പുള്ളി അങ്ങോട്ട് മാറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു സ്ലാബാണ് വന്ന് വീണത്. അത് വീണപ്പോഴേക്കും ഇവിടെ ക്രഷ്ഡായി. മൊത്തത്തിലൊരു പഴയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നല്ലേ? പഴയ ബിൽഡിംഗ് ആണ്, പക്ഷെ ബിൽഡിംഗ് സ്ട്രോങ് ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഈ സ്ലാബുകൾ അവിടെ ആയിട്ട് എല്ലാം പൊള്ളി നിൽക്കുന്നു, അത് മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രശ്നം. അല്ലാതെ ബിൽഡിങ്ങിന് വലിയ കേടുപാടുകളോ അങ്ങനെയുള്ള ക്രാക്കുകളോ അങ്ങനെയൊന്നുമില്ല. ബിൽഡിംഗ് നല്ല സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെയാണ്, തലനാരിഴയ്ക്കാണ് ഒരാൾ ഇവിടെ നിന്ന് പോയത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ കടയിൽ വന്ന ഒരു കസ്റ്റമർ, അദ്ദേഹം ഇവിടെ വണ്ടി വെക്കാൻ വന്നപ്പോൾ അവർ പറഞ്ഞു വണ്ടി വെക്കരുത്, കാരണം കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു ചെറിയ ഭാഗം അടർന്നു വീണിരുന്നു. അന്ന് തന്നെ അവർ ഈ ഹൌസിംഗ് ബോർഡ് അധികൃതരെയും ഇക്കാര്യം അറിയിച്ചിരുന്നതാണ്. കാരണം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ഭാഗം അടർന്നു വീണിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ചൂടാണ്. ചൂട് കഴിഞ്ഞ് മഴ ഈ ഭാഗത്തൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചൂട് കഴിഞ്ഞ ഒരു മഴയൊക്കെ പെയ്യുമ്പോഴേക്കും ഇത്തരത്തിൽ പൊളിഞ്ഞിരിക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ അടർന്നു വീഴാനുള്ള സാധ്യതകളൊക്കെ തന്നെയും കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തോട് അവിടുന്ന് വണ്ടി മാറ്റിവെക്കാൻ പറഞ്ഞു. എന്തായാലും അദ്ദേഹം പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഉടൻ തന്നെ ഈ സ്ലാബ് തകർന്നു വീഴുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു ഭാഗം അടർന്നു വീണപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അധികൃതരെ അറിയിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് ആ കടയുടമ സൂചിപ്പിച്ചത്. അവർ ഉടൻ തന്നെ ഈ ബിൽഡിംഗിന്റെ ഒരു അറ്റകുറ്റപ്പണി നടത്താനുള്ള തീരുമാനം എടുത്തു. അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് അടക്കം ഇവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുമാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ അടർന്നു വീണ ഭാഗത്തിന്റെ മറ്റൊരു ഭാഗം എന്തായാലും അവിടെ ഇങ്ങനെ അപകടകരമായ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അത് ഉടൻ തന്നെ എടുത്തു മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഇനിയും മുന്നിൽ നിൽക്കുകയാണ്. അപകടം പൂർണ്ണമായും ഒഴിവായി എന്ന് പറയുന്ന ഒരു സാഹചര്യമല്ല നിലവിൽ ഇവിടെ ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ശ്രീജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.